ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 16, 17 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഒരു റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് 400-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ലഭ്യമാവുന്നത്. അതേപോലെ മോഡൽ എക്സാമും ടോപ്പിക് വൈസ് എക്സാമും റിവിഷൻ എക്സാമും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി SCRT പാഠഭാഗങ്ങൾ നമുക്ക് PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ന്യൂ SCRTയും ഓൾഡ് SCRTയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ എല്ലാം കോംപ്രഹെൻസീവ് സ്റ്റഡിയും മെറ്റീരിയലും ഇതിനൊപ്പം ലഭിക്കുന്നതാണ്. മാത്രമല്ല മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവയെല്ലാം കൂടി നിങ്ങൾക്ക് ലഭ്യമാവുന്നത് 2499 രൂപയ്ക്ക് മാത്രമാണ്. കുറച്ച് നാളത്തേക്കാണ് ഈ ഒരു ഓഫർ ലഭ്യമാവുന്നത്. അപ്പോൾ ഈ ഒരു ഓഫറും അതേപോലെ കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസിന് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്താൽ മതി. അതേപോലെ നിങ്ങൾ 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് മറ്റൊരു സ്പെഷ്യൽ റെക്കോർഡ് കോഴ്സ് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി വരാനുള്ളത് LD, അതേപോലെ ബെഫ്കോ, LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റ്, അതേപോലെ തന്നെ മറ്റ് 10th ലെവൽ എക്സാമുകൾ ഏതായിക്കോട്ടെ അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒറ്റ കോഴ്സിലൂടെ പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രൈസ് വരുന്നത് 1499 രൂപയ്ക്കാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ് ലഭ്യമാകുന്നതാണ്. 200-ലധികം മണിക്കൂറുകളാണ് ക്ലാസ് വരുന്നത്. ഇനി ഫുൾ ലെങ്ത് മോഡൽ എക്സാമും ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമും SCRT, അതായത് ന്യൂ SCRTയും ഓൾഡ് SCRTയും ഇനി നമ്മുടെ കറണ്ട് അഫയേഴ്സും ഇവിടെ എല്ലാം കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനും എല്ലാം കൂടിയാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ 2026 ഫെബ്രുവരിയിൽ ഗിഫ്റ്റ് സിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ഓർത്തു വെക്കാം. ഉദയ് കൊട്ടക്കാണ്. ആരാണ്? ഉദയ് കൊട്ടക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് എന്നാണ് 2026 ഫെബ്രുവരിയിൽ വന്നിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ്. ഗിഫ്റ്റ് സിറ്റിയുടെ ചെയർമാനായിട്ടാണ് നിയമിതനായിരിക്കുന്നത്. ഇനി ഗിഫ്റ്റ് സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം. ഗുജറാത്തിലാണ് അല്ലേ? ഗുജറാത്തിലാണ് എന്താണ് ഗിഫ്റ്റ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി എന്നുള്ളതാണ് എന്താണ് ഗിഫ്റ്റ് സിറ്റിയുടെ ഫുൾ ഫോം വരുന്നത്. ഇനി ഈ ഒരു ഗിഫ്റ്റ് സിറ്റിയുടെ എന്താണ് ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? ഉദയ് കൊട്ടക്കാണ്. അദ്ദേഹമാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകൻ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനും കൂടിയാണ് ആരാണ്? ഉദയ് കൊട്ടക്. അപ്പോൾ അദ്ദേഹമാണ് എന്താണ് ഗിഫ്റ്റ് സിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത്. 2026 ഫെബ്രുവരിയിലാണ് ഈ ഒരു നിയമനം വന്നിട്ടുള്ളത്. വീണ്ടും ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ ICAIയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓർത്തു വെക്കുക. പ്രസന്ന കുമാർ D ആണ്. ആരാണ്? പ്രസന്ന കുമാർ D ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ICAIയുടെ ആണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെയാണ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 2026 ഓർത്തു വെക്കുക. 2026-27 കാലയളവിലേക്കാണ് ആരാണ് പ്രസന്ന കുമാർ D ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് ICAIയുടെ ആണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടാണ് പ്രസന്ന കുമാർ D തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് നോക്കി വെക്കാം. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ആയിട്ട് അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരാണ്? സരിത യോൽമോയാണ്. ആരാണ്? സരിത യോൽമോയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ആദ്യ വനിത ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ആണ്. ആരാണ്? സരിത എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് പ്രത്യേകത? ഈ ഒരു ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ആദ്യത്തെ വനിതാ ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ആയിട്ടാണ് സരിത നിയമിതയായിട്ടുള്ളത്. അപ്പോൾ എന്താണ് സരിത യോൽമോയാണ്. എവിടെയാണെന്ന് ഓർത്തു വെക്കുക. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ആയിട്ടാണ് അടുത്തിടെ നിയമിതയായത്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്താണ്? ഒരു 145 വർഷം അല്ലെങ്കിൽ 146 വർഷങ്ങളോളം എന്താണ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 146 വർഷത്തോളം ആയിട്ടുള്ള ഒരു റെയിൽവേ ആണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. ഈ ഒരു റെയിൽവേയുടെ ആദ്യത്തെ വനിതാ ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ആയിട്ടാണ് എന്താണ് സരിത യോൽമോ എന്താണ് ഇപ്പോൾ അപ്പോയിൻമെന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഏത് വ്യക്തിയാണെന്ന് ഓർത്തു വെക്കുക. സരിത യോൽമോയാണ്. ഏത് റെയിൽവേയുടെയാണ്? ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ വനിതാ ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ആയിട്ടാണ് അടുത്തിടെ അപ്പോയിൻമെന്റ് ആയത്.
ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, കേരള ഗ്രഫീൻ പോളിസിക്ക് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. എന്താണ്? കേരള ഗ്രഫീൻ പോളിസിക്ക് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കേരള ഗ്രഫീൻ പോളിസി എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം ഭാവിയിലേക്കുള്ള ഒരു അത്ഭുത പദാർത്ഥമാണ് ഗ്രഫീൻ എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഉൽപാദനത്തിലും അതേപോലെ തന്നെ ഗവേഷണത്തിലുമെല്ലാം കേരളം ഒരു ശ്രദ്ധാകേന്ദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് ഈ ഒരു കേരള ഗ്രഫീൻ പോളിസി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഭാവിയിലേക്കുള്ള ഒരു പദാർത്ഥമാണ് ഗ്രഫീൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രഫീനിന്റെ ഉൽപാദനത്തിലും അതേപോലെ തന്നെ അതിന്റെ ഗവേഷണത്തിലുമെല്ലാം കേരളം ഒരു ശ്രദ്ധാകേന്ദ്രമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്, ഒരു പോളിസിയാണ് എന്താണ് കേരള ഗ്രഫീൻ പോളിസി എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ കേരള കല അല്ലെങ്കിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അംഗീകാരത്തെക്കുറിച്ചാണ്. നമുക്കൊരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ തപാൽ വകുപ്പ് അടുത്തിടെ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച കലാരൂപം ഏതെന്ന് ഓർത്തു വെക്കാം. പാവക്കഥകളിയാണ്. എന്താണ്? പാവക്കഥകളിയാണ് ഈ ഒരു സ്റ്റാമ്പിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള കലാരൂപം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ആകെ 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളാണ് ഈ ഒരു സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു 8 സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഒരു കലാരൂപം ഉൾപ്പെട്ടത് വളരെ നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഇന്ത്യൻ തപാൽ വകുപ്പാണ് ഇത്തരത്തിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇനി ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് പേരിലാണ്? പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ. എന്താണ്? പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയ ഈ ഒരു പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച ആ ഒരു കലാരൂപം ഏതാണ്? അത് പാവക്കഥകളി. എന്താണ്? പാവക്കഥകളി എന്നുള്ള കലാരൂപമാണ് ഇതാണ് കേരളത്തിൽ നിന്നും ഇടം പിടിച്ചിരിക്കുന്നത്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ആകെ 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളാണ് ഈ ഒരു സ്റ്റാമ്പിൽ ഉൾപ്പെടുന്നത്. PSC ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് ഒരു സമ്മാനം ഒരുക്കിയിരിക്കുകയാണ്. ടാലന്റ് അക്കാദമിയിൽ ഇപ്പോൾ ക്ലിയറൻസ് സെയിൽ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെഗാ സെയിലിൽ നിങ്ങൾക്ക് ടാലന്റിന്റെ പബ്ലിക്കേഷൻസ്, അതായത് ബുക്കുകൾ കിലോയ്ക്ക് 99 രൂപ നിരക്കിൽ ഇപ്പോൾ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ടാലന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള റാങ്ക് ഫെയിലുകളും ഗൈഡുകളും അതേപോലെ PQ ബുക്കുകളും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മെഗാ സെയിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓൾഡ് ബുക്ക് ക്ലിയറൻസ് സെയിൽ കുറച്ച് നാളുകൾ മാത്രമാണ് ലഭ്യമാകുന്നത്. 1 കിലോ ബുക്ക് നിങ്ങൾക്ക് 99 രൂപ നിരക്കിൽ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഏത് വലിയ റാങ്ക് ഫെയിൽ ആയിക്കോട്ടെ, ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ ബുക്കുകൾ പർച്ചേസ് ചെയ്യുന്നതിനും ഏതൊക്കെ ബുക്കുകൾ ഉണ്ട്, എത്രയാണ് അതിൻ്റെ കിലോ വെയിറ്റ് വരുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇനി നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എവിടെയാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ആ ഒരു ഫെസിലിറ്റി എന്നാണ് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നാണ് ഈ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു സൗകര്യം എന്താണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം അവിടെ പറന്നിറങ്ങിയ വിമാനം ഏതാണെന്ന് കൂടി ഒന്ന് പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. C-130J എന്നുള്ള വിമാനത്തിലാണ് അദ്ദേഹം പറന്നിറങ്ങിയത്. എന്താണ്? C-130J എന്നുള്ള വിമാനത്തിലാണ് അദ്ദേഹം പറന്നിറങ്ങിയത്. എന്താണ്? നമ്മുടെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദി C-130J എന്നുള്ള വിമാനത്തിലാണ് പറന്നിറങ്ങിയത്. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സേനയുടെ തേജസ്, അതേപോലെ സുഖോയ്, റാഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യോമസേനയുടെ നമ്മുടെ പ്രകടനവും ഉണ്ടായിരുന്നു. അപ്പോൾ 40 മിനിറ്റോളം നീണ്ടു നിന്ന ഈ ഒരു പ്രകടനവും അവിടെ കാഴ്ചവെച്ചിരുന്നു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രകടനവും നടന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വടക്കിഴക്കൻ മേഖലയിൽ ഇപ്പോൾ വന്നിട്ടുള്ള എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് അടിയന്തര സാഹചര്യങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യുദ്ധ കാരണങ്ങൾ കൊണ്ടോ വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താവുന്നതാണ്. യുദ്ധവിമാനങ്ങൾക്കും അതേപോലെ മറ്റു വിമാനങ്ങൾക്കും ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ഓർത്ത് വെക്കുക. നരേന്ദ്രമോദിയാണ്. ഈ ഒരു ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ കൂടെ ഇതുകൂടി ചേർത്ത് പഠിച്ചു വെക്കുക. അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വരുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ ട്വിൻ ട്യൂബ് റോഡ് കം റെയിൽ ടണൽ നിലവിൽ വരുന്നത് ഏത് നദിയിൽ നിന്നാണ്? ഓർത്ത് വെക്കുക, ബ്രഹ്മപുത്രയിലാണ്. എവിടെയാണ്? ബ്രഹ്മപുത്രയിലാണ്. അപ്പോൾ അസം സംസ്ഥാനത്തെ ബ്രഹ്മപുത്രയിലാണ് ഇത്തരത്തിലൊരു ടണൽ നിർമ്മിതമാവുന്നത്. എന്താണ് പ്രത്യേകത? അണ്ടർ വാട്ടർ. ഇതൊരു അണ്ടർ വാട്ടർ ട്വിൻ ട്യൂബ് റോഡ് കം റെയിൽ ടണലാണ് നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ടണൽ നിലവിൽ വരുന്നത്. അത് എവിടെയാണെന്ന് ഓർത്ത് വെക്കുക. അസമിലെ ബ്രഹ്മപുത്രയിലാണ് നിലവിൽ വരാൻ പോകുന്നത്.
അപ്പോൾ ഈ ഒരു പദ്ധതിയോടൊപ്പം തന്നെ ഒരു കോറിഡോറിനും കൂടി അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതായത് അസമിലെ ഗോഹ്പൂർ, ഓർത്തു വെക്കുക, ഗോഹ്പൂർ NH15 മുതൽ ന്യൂമലിഗഡ്, ഓർത്തു വെക്കുക, ന്യൂമലിഗഡ് NH715 വരെ, അതായത് ഈ ഒരു ഗോഹ്പൂർ NH15 മുതൽ ന്യൂമലിഗഡ് NH715 വരെ ഉള്ള ഒരു 4 വരി ഓർത്തു വെക്കുക, 4 വരി ആക്സിസ് നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേ കോറിഡോറും ഇതിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പദ്ധതിക്കും കൂടി ഇവിടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 വരി പാതയും അതേപോലെ തന്നെ ഈ ഒരു റോഡ് റെയിൽ ടണലും എല്ലാ പദ്ധതിക്കും കൂടി അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇനി എവിടെയാണ് ഈ ഒരു കോറിഡോർ, അതായത് ഈ ഒരു അണ്ടർ വാട്ടർ ട്വിൻ ട്യൂബ് റോഡ് കം റെയിൽ ടണൽ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക, അത് ബ്രഹ്മപുത്രയിലാണ്, അസമിലെ ബ്രഹ്മപുത്രയിലാണ് നിലവിൽ വരുന്നത്. ഇനി ഒരു മ്യൂസിയം സ്ഥാപിതമാകുന്ന പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. എവിടെയാണ് സ്ഥാപിതമാകുന്നത്? മധുരയിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മധുരയിലാണ് സ്ഥാപിതമാകുന്നത്. എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ ആദ്യത്തെ പശു സംസ്കാര മ്യൂസിയമാണ് സ്ഥാപിതമാകാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പശു സംസ്കാര മ്യൂസിയമാണ് സ്ഥാപിതമാകുന്നത്. എവിടെയാണ് സ്ഥാപിതമാകുന്നതെന്ന് ഓർത്തു വെക്കുക, UP-യിലാണ്, ഉത്തർപ്രദേശിലെ മധുരയിലാണ് സ്ഥാപിതമാകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു മ്യൂസിയം സ്ഥാപിതമാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കാം. കന്നുകാലികളെ കുറിച്ചും അവയുടെ മതപരമായും സാംസ്കാരികപരമായും അതേപോലെ ആത്മീയപരമായിട്ടുമുള്ള കാര്യങ്ങളും, അതേപോലെ നമുക്ക് പശു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പശുക്കളെ കുറിച്ചും അതേപോലെ പശുവിൻ്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച്, പശു നൽകുന്ന ഉൽപ്പന്നങ്ങളും അവ ശാസ്ത്രീയമായി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മ്യൂസിയം സ്ഥാപിതമാവുന്നത്. അപ്പോൾ ഈ ഒരു പശു സംസ്കാര മ്യൂസിയം സ്ഥാപിതമാവുന്നത് എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, മധുരയിലാണ്. ഉത്തർപ്രദേശിലെ മധുരയിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥാപിതമാവുന്നത്. ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്റർനാഷണൽ മിലിറ്ററി അഡ്വഞ്ചർ ചലഞ്ച് കപ്പ് 2026 വേദി എവിടെയെന്നാണ്? ഇന്ത്യയാണ് വേദിയായിട്ട് വരുന്നത്. ഇന്ത്യയാണ് 2026 ഈ ഒരു ഇന്റർനാഷണൽ മിലിറ്ററി അഡ്വഞ്ചർ ചലഞ്ച് കപ്പിന് വേദിയാവുന്നത്. ഇന്ത്യ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഈ ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിന്റെ താഴ്വരയിലായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. 7 രാജ്യങ്ങളും അതേപോലെ തന്നെ ഇന്ത്യയുടെ സൈന്യങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കാം, 2026 നടക്കുന്ന ഇന്റർനാഷണൽ മിലിറ്ററി അഡ്വഞ്ചർ ചലഞ്ച് കപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് വേദിയാവുന്നത്. ഇനി ഒരു പ്രത്യേകതരം മാപ്പുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗോവയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ സാംസ്കാരിക ഭൂപടം മാപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ജൈവ വൈവിധ്യ സാംസ്കാരിക ഭൂപടമാണെന്ന് പറഞ്ഞു. ബയോഡൈവേഴ്സിറ്റി കൾച്ചറൽ മാപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏത് സംസ്ഥാനമാണ്? ഗോവയുടെയാണ്. ഗോവയുടെ മാപ്പാണ്. ഗോവയുടെ ജൈവ വൈവിധ്യ സാംസ്കാരിക ഭൂപടമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടും ചേർന്നിട്ടാണ് ഈ ഒരു ഭൂപടം തയ്യാറാക്കിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഗോവയിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന 48 സ്പീഷീസുകളും അതേപോലെ മറ്റ് കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഭൂപടം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഈ ഒരു ഭൂപടം വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഇത്തരത്തിലൊരു മാപ്പ് തയ്യാറാക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ആദ്യമായിട്ട് തയ്യാറാക്കിയത് ഗോവയുടെ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടും അതേപോലെ ഗോവയും ചേർന്നിട്ട് ഈ ഒരു ഭൂപടം തയ്യാറാക്കി ജൈവ വൈവിധ്യ സാംസ്കാരിക ഭൂപടമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഏത് സംസ്ഥാനത്തിൻ്റെ ആണ് പുറത്തിറക്കിയത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഗോവയുടെയാണ്. ഇനി വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഏറ്റവും മികച്ച ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഒരു റെക്കോർഡ് കോഴ്സാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ് ആയിട്ട് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഒരു കോഴ്സ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിലൂടെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവയുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഓരോ ടോപ്പിക്കും പഠിച്ചു തീരുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ടോപ്പിക്കിൻ്റെ എക്സാംസ് ഉണ്ടാകും. ഇനി റിവിഷൻ എക്സാം ഉണ്ടാകും. വീക്കിലി റിവിഷൻ എക്സാമും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓൾഡ് SCRTയും അതേപോലെ ന്യൂ SCRT പാഠഭാഗങ്ങളുണ്ട്. നമ്മുടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിൻ്റെ പ്രൈസ് വരുന്നത് 999 രൂപ മാത്രമാണ്. ലൈഫ് ടൈം വാലിഡിറ്റി ആണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ടാലന്റിൻ്റെ എല്ലാ കോഴ്സുകളും, ഏത് കോഴ്സുകളായിക്കോട്ടെ, അവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു. 2026 ഫെബ്രുവരിയിൽ ഗിഫ്റ്റ് സിറ്റി ചെയർമാനായി നിയമിതനായത് ആരാണ്? ഉദയ് കൊട്ടക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 ഫെബ്രുവരിയിൽ ICAA-യുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? പ്രസന്നകുമാർ D ആണ്. അദ്ദേഹം 2026-27 കാലയളവിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കിയത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ആദ്യ വനിതാ ട്രെയിൻ ടിക്കറ്റ് എക്സാമിനറായിട്ട് നിയമിതയായത് ആരെന്നാണ്? സരിത യോൽമോയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് ആയിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കിയത്
കേരള ഗ്രഫീൻ പോളിസിക്ക് അംഗീകാരം ലഭിച്ചു എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഗ്രഫീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾക്കും അതേപോലെ അതിൻ്റെ ഉൽപ്പാദനത്തിനുമൊക്കെ എന്താണ് കേരളത്തിൽ കൂടുതൽ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പോളിസി ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കിയത് ഇന്ത്യൻ തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച കലാരൂപം ഏതെന്നാണ്. അപ്പോൾ പാവകഥകളിയാണ്. ഏതാണ് പാവകഥകളി എന്നുള്ള കലാരൂപമാണ്. ആകെ 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളാണ് ഈ ഒരു സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കിയത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ്. നരേന്ദ്രമോദിയാണ് അസമിൽ ഈ ഒരു ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നമ്മൾ നോക്കിയത് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ ട്വിൻ ട്യൂബ് റോഡ് കം റെയിൽ ടണൽ പദ്ധതി നിലവിൽ വരുന്ന നദി ഏതെന്നാണ്. അപ്പോൾ അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത്. ഇതിനുള്ള അംഗീകാരമൊക്കെ ലഭിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ പശു സംസ്കാര മ്യൂസിയം സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. ഉത്തർപ്രദേശിലെ മധുരയിലാണ് ഇത്തരത്തിലൊരു മ്യൂസിയം സ്ഥാപിതമാവുന്നത്. പിന്നീട് നോക്കിയത് ഒരു വേദിയായിരുന്നു ഇന്റർനാഷണൽ മിലിറ്ററി അഡ്വഞ്ചർ ചലഞ്ച് കപ്പ് 2026 വേദി എവിടെയാണ്. ഇന്ത്യയാണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് ഈ ഒരു ചലഞ്ച് കപ്പിന് വേദിയാവുന്നത്. അപ്പോൾ മറ്റ് രാജ്യങ്ങളും അതേപോലെ ഇന്ത്യൻ സൈന്യവും ഇതിൽ പങ്കെടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഗോവ സംസ്ഥാനത്ത് പുറത്തിറക്കിയ ഒരു ഭൂപടവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. ഒരു ജൈവ വൈവിധ്യ സാംസ്കാരിക ഭൂപടമാണ് പുറത്തിറക്കിയത്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു ഭൂപടം പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. താരിഖ് റഹ്മാൻ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ചുമതലയേൽക്കുന്നത്? ഓപ്ഷൻ എ ഇറാൻ, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി മലേഷ്യ. അടുത്ത ചോദ്യം ഇതാണ്. 2026 നിശാഗന്ധി പുരസ്കാരം നേടിയത് ആരെന്നാണ്. ഓപ്ഷൻ എ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി, ഓപ്ഷൻ ബി ചിത്ര വിശ്വേശ്വരൻ, ഓപ്ഷൻ സി പത്മ സുബ്രഹ്മണ്യം, ഓപ്ഷൻ ഡി ദർശന ജബേരി. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ആരാണ്? KS രതീഷ് ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ചോദ്യം ഇതായിരുന്നു. സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്നാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. നമ്മുടെ കേരളം എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത് ലഭ്യമാക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.